എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് എഴുതാനായിട്ട് പേനയും ബുക്കും ഒക്കെ എടുത്ത് റെഡിയാക്കിയിരിക്കുക. അപ്പൊ ഓരോ ക്ലാസ്സുകളിലൂടെ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻസും പറയാറുണ്ട് അത് അവരുടെ ലൈഫിൽ അത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് ക്ലാസ് കാണുക, അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. വാട്ട് ടു ഡു വെൻ സംവൺ ഇൻസൾട്ട്സ് യു. അതായത് ഇന്ന് ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതായത് ആരെങ്കിലും നിങ്ങളെ അങ്ങനെ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വലിച്ചു താഴത്തേക്ക് ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചിലര് നമുക്ക് ഭയങ്കര വേദന തരുന്ന രീതിയിൽ നമ്മളോട് പെരുമാറാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള പവർഫുൾ ആയിട്ടുള്ള 5 സ്റ്റെപ്സ് ടീച്ചർമ്മ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. നിങ്ങളില് നമ്മുടെ മെഗാമീറ്റം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഗാമീറ്റം ഗ്രൂപ്പിന്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കാനും നിങ്ങൾക്ക് എല്ലാ ദിവസവും മോട്ടിവേഷനും ഫ്രീ ക്ലാസ്സും ഒക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ആളുകള് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ശരിക്കും പറഞ്ഞ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവര് അവര് ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയ മനോഭാവം ഉണ്ടാവും. അപ്പൊ അവരുടെ ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ടാണ് അവര് അവരുടെ ഈ പ്രവൃത്തിയിലൂടെ അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അതാണ് അവരുടെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി മറ്റൊരാളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഇൻസൾട്ട് ചെയ്യാനും കുത്തുവാക്കുകൾ പറയാനും അല്ലെ, ആക്കി സംസാരിക്കാനും മുള്ളും മുനയും വെച്ച് സംസാരിക്കാനും ഒന്നും പോവില്ല അല്ലെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തി എല്ലാവരോടും നന്നായിട്ട് പെരുമാറും, ആരെയും അവര് വേദനിപ്പിക്കാൻ പോകില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടർ എന്താണ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പിന്നെ നമ്മള് അതായത് വാട്ട് ദേ സേ ഈസ് നോട്ട് വാട്ട് യു ആർ. അവരിപ്പോ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ആകണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ ഒരാൾ പറയാണ് നീ യാതൊരു കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ലല്ലോ. അവർക്ക് എന്തും പറയാം. ആളുകൾ പല രീതിയിലും പറയും. അവര് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആരുടെ ചോയ്സാ? അവരുടെ ചോയ്സാ. തിരിച്ച് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നത് ആരുടെ മാത്രം ചോയ്സാ? നമ്മുടെ ചോയ്സാണ്. അപ്പോ ഇലൻസ് റൂസ്വെൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ എലനോർ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ ഒരു പിന്നെ സെന്റൻസ് എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, അതായത് നമ്മുടെ സമ്മതമില്ലാതെ, നമ്മൾ വിചാരിക്കാതെ ആർക്കും നമ്മളെ തരം താഴ്ത്താൻ കഴിയില്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആളുകൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ മനസ്സിൽ എടുത്തുകൊണ്ട് നമ്മള് വേദനിക്കണോ വിഷമിക്കണോ എന്നുള്ളത് ആരുടെ ചോയ്സാ? നമ്മുടെ ചോയ്സാ അല്ലെ. അപ്പോ ടീച്ചറമ്മ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പ്രസിഡന്റിൽ ഒരാളായ ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷവും അഭിമാനവുമാണ്. 1 രൂപ മാത്രം ശമ്പളം വാങ്ങിയിരുന്ന നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം. 90കളില് ഡോക്ടർ അബ്ദുൽ കലാമിന് ഇന്ത്യയിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു. അപ്പൊ അവിടെ ഒരു സെഷൻ നടക്കുന്നതിനിടയിൽ ഒരു പ്രൊഫസർ അദ്ദേഹത്തെ കളിയാക്കി സംസാരിച്ചു. കലാമിന്റെ സിമ്പിൾ ഡ്രസ്സിങ്ങിനെയും അദ്ദേഹത്തിന്റെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിനെയും ഒക്കെ പറ്റി ആ പ്രൊഫസർ കളിയാക്കി സംസാരിക്കട്ടെ. ആ പ്രൊഫസർ APJ അബ്ദുൽ കലാം സാറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സർ നിങ്ങളെപ്പോലെ ഇത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി മികച്ച രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്ന് താങ്കൾക്ക് അറിയില്ലേ? ഇങ്ങനെയാണ് ആ പ്രൊഫസർ ചോദിക്കുന്നത്. അപ്പൊ ആ റൂമിലുള്ള എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയി. ഇത്രയും മഹാനായ ഒരു വ്യക്തിയോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ? നിങ്ങൾക്കറിയാമോ ഡോക്ടർ APJ അബ്ദുൽ കലാം ആ സിറ്റുവേഷനിൽ എന്താണ് ചെയ്തതെന്ന്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് സൗമ്യഭാവത്തിൽ പറഞ്ഞു, ഐ ബിലീവ് എ പേഴ്സൺ ഈസ് റിമെമ്പേർഡ് നോട്ട് ബൈ ദ ക്ലോത്ത്സ് ദേ വെയർ ബട്ട് ബൈ ദ വർക്ക് ദേ ഡു ഫോർ ഹ്യൂമാനിറ്റി.
അതായത് ഒരു വ്യക്തിയെ എല്ലാവരും ഓർക്കുന്നത് അദ്ദേഹം ധരിക്കുന്ന ഡ്രസ്സിന്റെ ബേസിലല്ല, അദ്ദേഹം ഹ്യൂമാനിറ്റിക്ക് ചെയ്യുന്ന നന്മയെ ഓർത്താണ് ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് എന്നാണ് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആര് പറഞ്ഞത്? APJ അബ്ദുൽ കലാം പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സദസ്സിൽ ഇത്രയും പേരിരിക്കുന്ന വലിയൊരു സദസ്സിൽ നിങ്ങളെ ഒരു വ്യക്തി ഇൻസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും? പൊളൈറ്റ് ആയിട്ട് ചിന്തിച്ചു നോക്കൂ അല്ലെ? സദസ്സിൽ നിന്ന് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി, ഉച്ചത്തില് കൈയടി ശബ്ദം ഉയർന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഫസർ പിന്നീട് ഒന്നും മിണ്ടിയില്ല. സൈലൻസ്, വിസ്ഡം ആൻഡ് കോൺഫിഡൻസ് ആർ ദ ബെസ്റ്റ് റെസ്പോൺസസ് ടു ഇൻസൾട്ട്. നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മക്കളെ നമ്മള് സൈലന്റ് ആയിരിക്കാം, അതുപോലെ വിസ്ഡം വേണം, കോൺഫിഡൻസ് വേണം. ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കുമ്പോൾ ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വല്ലാതെ അങ്ങ് പിന്നെ കൈയൊക്കെ വിറച്ച്, അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ ചെല്ലെ ഇളിഭ്യനാക്കിയല്ലോ എന്നുള്ള ചിന്തയിൽ ഭയങ്കര ടെൻഷനും കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലെ? അവർക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതെ ചിലർ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആ ദേഷ്യത്തിന്റെ പുറത്തൊക്കെ പറയും. അപ്പൊ ഇതുപോലെ ഒരു സാഹചര്യം നമുക്ക് എപ്പോഴാണോ ഇൻസൾട്ട് ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ സൈലന്റ് ആയിരിക്കാനും വിസ്ഡത്തോടും കോൺഫിഡൻസോടു കൂടിയും ഉള്ള റെസ്പോൺസുകൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. എന്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് ലൈഫിൽ ഒരു ഇൻസൾട്ട് വരുമ്പോൾ, ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇൻസൾട്ട് ആണ് മുരളി ശരിയായ ഇൻവെസ്റ്റ്മെന്റ് എന്ന്. അപ്പോൾ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അത് വിഷമമുണ്ടായി. അപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ എന്റെ വാട്സാപ്പിൽ വരികയാണ്, ഇന്ന വ്യക്തി റിമൂവ്ഡ് യു ഫ്രം ദാറ്റ് സ്കൂൾ ഗ്രൂപ്പ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാര്യം നമ്മുടെ സ്കൂൾ, നമ്മുടെ പിള്ളേരെന്നും പറയാൻ നമ്മൾ എന്നും പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ഒരു ദിവസം നമ്മുടെ ജോലി നഷ്ടപ്പെടും, നമ്മൾ പെട്ടെന്ന് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഭൂമി വിളർന്ന് അടിയിലേക്ക് പോയെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു നിമിഷം, ആ നിമിഷത്തിൽ അതെനിക്ക് കിട്ടിയ തന്ന ആ ഒരു പെയിൻ, ആ ഒരു സങ്കടം, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എന്നോട് തന്നെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. തളരണോ, വളരണോ? ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഉയർന്നു വന്നുകൂടാ? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഞാൻ കുറെ കരഞ്ഞു, മനസ്സ് അത്രയും വേദനിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കരഞ്ഞു വിഷമിച്ചു. പിന്നെ നമ്മുടെ കണ്ണീര് കാണാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ ആ സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വരാനായിട്ട് ഞാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസിലേക്കൊക്കെ പോയി ആകെ വല്ലാത്ത അവസ്ഥയിലായി. പക്ഷെ നിരന്തരം തന്ന ഒരു വേദന അത് നമ്മുടെ മനസ്സിനെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ടീച്ചറമ്മ ഒരു 60-65 വയസ്സ് വരെ സ്കൂളിൽ ഫുൾ ടൈം വർക്ക് ചെയ്താൽ പോലും കിട്ടാത്ത അത്രയും വലിയ സക്സസ് അല്ലെ? റിട്ടയർമെന്റ് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ പോലും കിട്ടാത്ത അത്രയും വളരെ വലിയൊരു സക്സസ് ഇതിനോടകം അതിന്റെയൊക്കെ എത്ര ഇരട്ടി സക്സസ് നേടി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് മക്കളെ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് തോന്നും എല്ലാ വാതിലുകളും നമ്മുടെ മുന്നിൽ അടയാണെന്ന്. അങ്ങനെ അടയ്ക്കുന്ന വാതിലുകൾ വരുമ്പോ നിങ്ങൾ സ്വന്തമായിട്ടൊരു വാതിൽ ക്രിയേറ്റ് ചെയ്യണം. കണ്ണീരും കരച്ചിലും കൊണ്ടിരുന്നാൽ നമ്മുടെ കണ്ണീര് കുറച്ചു ദിവസം ആൾക്കാർ കാണും, അത് കഴിയുമ്പോ എല്ലാവർക്കും മടുത്തു തുടങ്ങും. സ്വയം ചിന്തിക്കുക, ഈ ഒരു എങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ തളരണോ വളരണോ? വളരണം. വളരാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ വളരണം. ഇപ്പോ കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഇതുകൊണ്ടോ അല്ല നമുക്ക് ജോലി നഷ്ടപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തില് നമുക്ക് പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ കൊണ്ട് പിന്നെ എന്താ പറയാ ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കത് പ്രത്യേകിച്ചും ഒരു ഫീല് വരും. അപ്പൊ നമുക്ക് ആ സാഹചര്യത്തിൽ എങ്ങനെ ഉയർന്നു വരാം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു സെന്റൻസ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. വർക്ക് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് മേക്ക് നോയ്സ്. നിങ്ങൾ സൈലൻസിൽ ഇരുന്ന് വർക്ക് ചെയ്യുക. നിങ്ങളുടെ സക്സസ് ശബ്ദമുണ്ടാക്കട്ടെ. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ആരും മനസ്സിലാക്കണ്ട. നിങ്ങൾ സൈലൻസിൽ ഇരുന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ വിജയം, ലെറ്റ് യുവർ സക്സസ് മേക്ക് നോയ്സ്. നിങ്ങളുടെ വിജയം ആ ശബ്ദം ഉണ്ടാക്കട്ടെ. നിങ്ങളുടെ സക്സസ് കാണുമ്പോൾ നിങ്ങൾ ആരെടുത്തും പ്രൂവ് ചെയ്യാൻ പോണ്ട. നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്തായിരുന്നു എന്നൊരു മനുഷ്യരെടുത്തും പ്രൂവ് ചെയ്യാൻ പോണ്ട. ഒരു ഇൻസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഇനി ടീച്ചർമാർ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ഡു നോട്ട് റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. അതായത് പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ഒരു സമയത്ത് ആരെങ്കിലും ഇപ്പൊ ഒരു ഗ്രൂപ്പിലൊക്കെ നിന്നിട്ട് ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, നമ്മൾ പൊട്ടിത്തെറിച്ച്
വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചങ്ങ് പറയും. ആ ദേഷ്യത്തിൽ പറയുമ്പോ ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ നമ്മൾ പറയും അല്ലെ. അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അബദ്ധമായി പോകും ചില സമയത്ത്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പറയില്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മളൊരു ബ്രീത്ത് എടുത്ത് വിടുക. ഒന്നുകിൽ നമുക്ക് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു സമയത്ത് വളരെ ശാന്തമായിരുന്നു നമ്മൾ ചിന്തിക്കുക ഈ സമയത്ത് എന്താണ് പറയേണ്ടത്. വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോ ഞാൻ നമ്മുടെ വിഷൻ ബോർഡില് BMW X7 ചിത്രം ഒട്ടിച്ചു വെച്ച സമയത്ത് പലരും കളിയാക്കി, പലരും ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യുന്ന രീതിയിൽ കളിയാക്കി സംസാരിച്ചു. പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമാക്കി കാണിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ എന്ത് കാര്യത്തിനാണോ കളിയാക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കാം. അതായത് രണ്ടാമത്തെ എഴുതിക്കോളൂ, അണ്ടർസ്റ്റാൻഡ് ദ ഇന്റൻഷൻ. നമ്മൾ ആ ഇന്റൻഷനെ മനസ്സിലാക്കാം. എന്താണ് ആ വ്യക്തിയുടെ പ്രോബ്ലം? അവരുടെ അസൂയ കൊണ്ടാണോ? അവരുടെ ആ ഈഗോയാണോ? ചിലർക്കൊരു ഈഗോ മനോഭാവം ഉണ്ട്, ഞാൻ വലിയ വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെ. ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ചിലർ കാണും, എല്ലാവരെയും മുമ്പിൽ ചെല്ലുമ്പോൾ ഒരാളാവൊക്കെ ഉണ്ട് അല്ലെ, അവരങ്ങ് വലുതാന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഒരു രീതി. അപ്പൊ അവരുടെ ഉള്ളിലെ നിരാശ, മിക്കവാറും പേരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ ഒരു അസൂയ തന്നെയാകും, ആ ഒരു അല്ലെങ്കിൽ ഒരു ഈഗോ, അതിനെ ശമിപ്പിക്കാനാകും നമ്മളെ ഇൻസൾട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പരിചയക്കാരുടെ കൂട്ടത്തിലിടയിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എനിക്കൊരു ബന്ധുവുണ്ട്, അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എന്നോട് കാര്യമായി സംസാരിക്കാറില്ല. വീട്ടിലുള്ള ബാക്കി എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ഇവര് എന്നോട് കാര്യമായിട്ട് സംസാരിക്കില്ല. കാര്യം ഇവരുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ ഉള്ളിലെ ആ ഒരു അസൂയ, കുശുമ്പ്, ഇതൊക്കെ കൊണ്ട് അവര് സംസാരിക്കാറേ ഇല്ല. കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവര് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ആളുകൾ എന്നോട് എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അപ്പൊ ഇവരുടെ മനസ്സിലെ ആ നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തത്, റെസ്പോണ്ട് വിത്ത് ക്ലാസ് നോട്ട് ഈഗോ. ഒന്നുകിൽ നമുക്ക് വളരെ ഹ്യൂമർ സെൻസിൽ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാം, അതായത് എന്തെങ്കിലും ഒരു തമാശ രൂപേണ നമുക്ക് എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വിസ്ഡം ആ സമയത്ത് ഉപയോഗിക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്, ഒരു ഡ്രസ്സിങ്ങിലല്ല ഒരാളെ ലോകം ഓർക്കുന്നത്, അദ്ദേഹം ഹ്യൂമാനിറ്റിക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യുന്നു അതാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറയും ഒറ്റ വാക്കിൽ അല്ലെ. അതിനകത്ത് റെസ്പെക്ട് ഉണ്ട്, വളരെ പൊളൈറ്റ് ആയിട്ട് അദ്ദേഹം കൊടുക്കേണ്ടത് നമ്മൾ പറയും കുറുക്കിട്ട് കൊടുക്കാം. വളരെ ആലോചിച്ച് ആ സമയത്ത് നമുക്ക് വികാര വിക്ഷോഭം വന്ന് എന്തെങ്കിലും എടുത്തടിച്ച് പറയുന്നത് വളരെ ആലോചിച്ച്, ഒന്നുകിൽ ഒരു നർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വിസ്ഡത്തിൽ നിന്ന് വരുന്ന വേണ്ട ഒരു തക്കതായിട്ടൊരു കാര്യം നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാൽ വെൽ ആൻഡ് ഗുഡ്. നമ്മൾ മിണ്ടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ചു പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. പലർക്കും പെട്ടെന്ന് ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. അതിനെക്കാട്ട് നമുക്ക് ആ സമയത്തൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതായത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ ലക്ഷ്യത്തിലേക്കാണ്, അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളുടെ പെരുമാറ്റത്തിലേക്കല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത് മക്കളെ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലേൺ ഇഫ് ദർ ഈസ് ട്രൂത്ത് ഇൻ ഇറ്റ്. അതായത് ചില സമയത്ത് ഈവൻ ഇൻസൾട്ട്സ് ക്യാരി ഫീഡ്ബാക്ക്. നമ്മളുടെ ചില ഇൻസൾട്ടുകൾ നമുക്കുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈസ് ദർ സംതിങ് ഐ ക്യാൻ ഇംപ്രൂവ്? ഈ ഒരു ഇൻസൾട്ടിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ളത് കൊണ്ടാണോ ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നത്? എന്റെ ഏതെങ്കിലും സ്വഭാവം അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും രീതികൾ എനിക്ക് മാറ്റേണ്ടതുണ്ടോ? എന്റെ ഏതെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ ഇവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഏരിയയിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തോന്നുന്നതാണ് ഈ ഒരു ഏരിയയിൽ ഞാനൊന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അപ്പൊ ഈ ഒരു ഇൻസൾട്ട് എനിക്ക് കിട്ടുന്നത് ഇതുകൊണ്ട്. നമ്മൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം അവിടെ തീരും. ഇനി അഞ്ചാമത്തത് ശ്രദ്ധിച്ച് കേൾക്കണം, യൂസ് ഇറ്റ് ആസ് എ ഫ്യൂവൽ. നമുക്ക് വളരാനുള്ള ഇന്ധനമായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യണം.
സക്സസ്ഫുൾ ആയിട്ടുള്ള പലരെയും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ഇൻസൾട്ടുകളെ അതിജീവിച്ചാണ്, അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അല്ലെ. നമ്മൾ പലരുടെയും സ്റ്റോറി കാണാറുണ്ട്. അവർക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇൻസൾട്ടുകൾ ലഭിച്ച് അവസാനം അതിൽ നിന്നൊക്കെ അതിശക്തമായിട്ട് കയറി വരുന്നവര്, അവരെ ഇൻസൾട്ട് ചെയ്തവർക്ക് ഒന്നും വിടാൻ പറ്റാത്ത രീതിയിൽ ഷട്ടപ്പായി പോകുന്ന അവസ്ഥയിലേക്ക് അവർ വളർന്ന് വിജയിക്കുന്നത് അല്ലെ. അപ്പോ പ്രൂവ് ദം റോങ്. നിങ്ങളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക അവര് റോങ് ആയിരുന്നു. നോട്ട് ബൈ ഫൈറ്റിംഗ് ബട്ട് ഫ്ലൈയിങ് ഹയർ. അതായത് നമ്മൾ അവരോട് കിടന്ന് അടിയുണ്ടാക്കാൻ പോയിട്ടല്ല, ബട്ട് ബൈ ഫ്ലൈയിങ് ഹയർ. ഉയരങ്ങളിലേക്ക് കുതിച്ചുയരണം മക്കളെ. പലരും ഇൻസൾട്ടുകൾ കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേദനിച്ച് വിഷമിച്ച് അയ്യോ അവരിങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെ, അത് തന്നെ മനസ്സിലിട്ട് ചിന്തിച്ച് അല്ലെ. പിന്നെ ദിവസവും ഉറക്കമില്ലാതെ സമാധാനമില്ല, ചിലപ്പോൾ അത് ദിവസങ്ങൾ ആണ്ടുകൾ ഒക്കെ നീണ്ടുപോകും. എന്തിന് ആളുകൾ കാണിക്കുന്ന ഇത്തരം കോക്കാമ്പീച്ച തരത്തിന് നമ്മൾ എന്തിന് നിന്നു കൊടുക്കണം? അവിടെ നമ്മളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് നമ്മള് ഒരു തീരുമാനം എടുക്കുക. കാര്യം നെഗറ്റീവായിട്ടുള്ള ആളുകളാണ് ഇവര്, ഈ രീതിയിലേ ഇവര് പെരുമാറും, ഇവരുടെ പ്രവൃത്തി അതാ. നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. അവരിങ്ങനെയുള്ള വ്യക്തികൾ, അവർ പലതും പറയും. അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ അവരോട് തർക്കിക്കാനും വഴക്കിടാനും പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം പോയി, സന്തോഷവും പോയി, നമ്മൾ ആകെ ഡൗൺ ആയി പോകും. നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് എഴുതിക്കോളൂ, ഐ ആം കോൺഫിഡന്റ് ഇൻ ഹൂ ഐ ആം. ഐ ആം കോൺഫിഡന്റ് ഇൻ ഹൂ ഐ ആം. അഫർമേഷൻ ആയിട്ട് ആവർത്തിച്ച് പറയുക. അതുപോലെ ഐ ആം അൺസ്റ്റോപ്പബിൾ. ഇത് നിങ്ങൾക്ക് ആവർത്തിച്ച് അഫർമേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നതാണ്. അത് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ വിശ്വസിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക. ആളുകൾ പല രീതിയിലും പല പ്രവൃത്തികളും ചെയ്യും, നമ്മളെ പല രീതിയിലും ഇൻസൾട്ട് ചെയ്യും. നമ്മൾ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കുമ്പോൾ നമ്മളെ വലിച്ച് താഴത്തേക്ക് ഇടാനും ചവിട്ടിക്കൂട്ടാനും ഒക്കെ ആളുകൾ ശ്രമിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഈ സമയത്ത് ഞാൻ തളരണോ വളരണോ? വളരുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസൾട്ടുകൾ വരുന്നത് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് തകർന്നടിഞ്ഞു പോകാതെ നമ്മൾ അതിൽ നിന്നൊക്കെ ഉയർന്നു വരിക. ഈ ലോകത്ത് 85% ആളുകളും നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അവരുടെ സ്വഭാവം നമുക്കറിയാലോ. അവര് നമ്മളെ കളിയാക്കും, അവര് പുച്ഛിക്കും, അവര് നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും. ഇതൊക്കെ അവരുടെ നേച്ചറാണ്. അവരുടെ ആ നേച്ചറിനനുസരിച്ച് നമ്മൾ എന്തിന് നമ്മളുടെ സന്തോഷം അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം? അപ്പോ പവർഫുൾ ആയിട്ടുള്ള ആളുകള് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവർ ആ സമയം കാമായിരിക്കും, അവർ വൈസ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. ഇനി ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങൾ എഴുതി ബോക്സ് വരച്ചിട്ടോ. ദ ബെസ്റ്റ് റിവഞ്ച് ഈസ് മാസീവ് സക്സസ്. എഴുതി വെച്ചോ, ബോക്സ് വരച്ച് എഴുതിട്ടോ. ദ ബെസ്റ്റ് റിവഞ്ച് ഈസ് മാസീവ് സക്സസ്. അവർക്കൊന്നും ചിന്തിച്ചു നോക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ സക്സസിലേക്ക് പോവുക. അവരോടുള്ള ഏറ്റവും വലിയ റിവഞ്ച്, ഞാൻ പറയുന്നത് നെഗറ്റീവ് അർത്ഥത്തിലാട്ടോ. അവരോട് നിങ്ങൾ റിവഞ്ച് ചെയ്യണം, പകരം വീട്ടണം, അങ്ങനെ ദ്രോഹി, അങ്ങനെ ശരിക്കും നമ്മൾ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നമ്മളെ പറയുന്നവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള റിവഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റിവഞ്ച് നെഗറ്റീവായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ മുമ്പിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇറ്റ്സ് യുവർ മാസീവ് സക്സസ്. വെറും സക്സസ് അല്ല, മാസീവ് സക്സസ്. ചിന്തിക്കുക, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അവര് കല്ലെറിയട്ടെ, ആ സമയത്ത് നമ്മൾ തളരരുത്, തോൽവി സമ്മതിക്കുകയേ ചെയ്യരുത്. അവരല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. വേണമെന്ന് വെച്ചാൽ ഏതറ്റം വരെയും പോയി നമുക്ക് വിജയിക്കാൻ പറ്റും. ഡെയർ ടു ഡ്രീം. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, എപ്പോഴും കാമായിരിക്കുക, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക. ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ആളുകൾ ഇൻസൾട്ട് ചെയ്യുക, കളിയൊക്കെ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞാൻ എന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കും. എനിക്ക് എന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ആളുകൾ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കില്ല. എനിക്ക് ലൈഫിൽ വിജയിക്കണം. മുന്നോട്ട് നമ്മൾ പോകുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ സിറ്റുവേഷനിലൊക്കെ വളരെ ബോൾഡ് ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, കാമായിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വിശ്രമ പറഞ്ഞെന്ന ഈ കാര്യങ്ങൾ ഉപകാരപ്പെടട്ടെ. അപ്പൊ എല്ലാവരും എപ്പോഴും നല്ല സന്തോഷമായിരിക്കുക, എല്ലാവരുടെ മുഖത്തൊരു ബ്യൂട്ടിഫുൾ സ്മൈൽ വരട്ടെ. അപ്പോ
താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു.